വീഡിയോ ഡെമോ തന്നെ ഉണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നിങ്ങളെല്ലാം സംശയം അത് തന്നെ CD ക്കകത്തുണ്ട്, നിങ്ങൾക്ക് വേണേൽ സിസ്റ്റത്തിലും കാണാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അകത്തുള്ള കാര്യങ്ങൾ. ഇനി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ കാണാം, കണ്ടില്ലേ ഓട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്ലൈസ് പ്രോഗ്രാമാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ടൈപ്പ് ഓഫ് ഫൈബർ, എല്ലാ ടൈപ്പ് ഫൈബറും ഇതിനകത്ത് സ്പ്ലൈസ് ചെയ്യാം, ഒരുവിധം എല്ലാ ടൈപ്പും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിംഗിൾ മോഡ് ഫൈബറാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ സിംഗിൾ മോഡ് SM G652 സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് അറിയണം നമ്മൾ യൂസ് ചെയ്യുന്നത് പെർട്ടിക്കുലർലി ഏത് ടൈപ്പ്. ഇപ്പം എർബിയം ടോപ്ഡ് ഫൈബർ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ടൈപ്പ് ഓഫ് ഫൈബർ ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൈബർ നമുക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ പ്യുവർ മെട്രോ സിംഗിൾ മോഡാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അത് മാത്രം നമുക്ക് ജോയിൻ ചെയ്യാം. അത് ചിലപ്പോൾ ചില സ്പെഷ്യൽ ഫാക്ടറി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യൽ ഫൈബറൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഒന്നെങ്കിൽ സിംഗിൾ മോഡ് സ്റ്റാൻഡേർഡ് മോഡിലേക്ക് ഇടാം, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫൈബറും എടുത്തോളും. അതല്ലെങ്കിൽ ഓട്ടോയിലാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഫൈബർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലും എടുക്കും. അപ്പോൾ തുടക്കത്തിൽ ഓട്ടോയിൽ തന്നെ പോയിക്കോട്ടെ. അതല്ലെങ്കിൽ സിംഗിൾ മോഡിൽ യൂസ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈബറും വെക്കുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല. ചില സ്പെഷ്യൽ കേസിൽ നമ്മുടെ കപ്ലറിൻ്റെ എല്ലാം ലെഗ് വരെ വേറെ വ്യത്യാസമുള്ള ഫൈബറായിരിക്കും. അപ്പോൾ രണ്ട് ടൈപ്പായിട്ട് ഫൈബർ അനലൈസ് ചെയ്തിട്ട് ചൂസ് ദ കറക്റ്റ് പ്രോഗ്രാം മെഷീൻ മെസ്സേജ് തരും. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോയിൽ തന്നെ ഇടേണ്ടി വരും, കാരണം രണ്ട് ടൈപ്പ് ആയതുകൊണ്ട്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഓട്ടോ തന്നെ യൂസ് ചെയ്തു, ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സ്പീഡിൽ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. മെഷീൻ ഹീറ്റർ പ്രോഗ്രാം അതിൻ്റെ തൊട്ടടുത്തുള്ളത്, അതൊക്കെ ഡബിൾ ക്ലിക്കാണ് ഹീറ്റർ പ്രോഗ്രാം. ഹീറ്റർ എന്താ കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് പ്രൊട്ടക്ഷൻ സ്ലീവ് ഹീറ്റ് ചെയ്യുന്നതാണ്. സ്ലീവ്സ് കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം 60 mm ആണ്. 60 mm സ്ലീവാണ്. അത് തന്നെ ഇതിൽ ചെറുത് 40 mm സ്ലീവും ഉണ്ട്. അപ്പോൾ 40 mm ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഫൈബർ ടു ഫൈബറൊക്കെ ചെയ്യാൻ 40 mm സ്ലീവ് ഉപയോഗിക്കാം. അതാണെന്നുണ്ടെങ്കിൽ ടേണിങ് ഒന്നും കൂടെ കൂടി കിട്ടും. ചെറുതാവുന്നതിനനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടെലികോമൊക്കെ അത് യൂസ് ചെയ്യുന്നത്, ടേണിങ് റേഡിയസ് കൂട്ടാൻ വേണ്ടി. അപ്പോൾ അത് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് 40ലേക്ക് മാറ്റുക. അതിന് അത്രയും ചൂട് മതി ചെറുതാവുമ്പോൾ. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് XY ക്യാമറ വ്യൂ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കാണാം. സ്റ്റാർട്ട് ബട്ടൺ പറഞ്ഞു, ഡിസ്പ്ലേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഡിസ്പ്ലേ വിസിബിലിറ്റി ഒന്നുകൂടെ കൂടും, എല്ലാം അൺവാണ്ടഡ് ഇതെല്ലാം പോകും. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇത് ആർക്ക് ടെസ്റ്റ് ആണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ടണാണ്. ഇത് ആർക്ക് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ മെഷീനകത്തും 3 സെൻസേഴ്സ് ഉണ്ട്. ഇവിടുത്തെ ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, പ്രഷർ ഇതെല്ലാം സെൻസ് ചെയ്തിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ആർക്ക് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള കാലാവസ്ഥയ്ക്കും അറ്റ്മോസ്ഫിയറിനും അനുസരിച്ച് മെഷീൻ ഒന്ന് റീസെറ്റ് ആവും. ആർക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പം വല്ലപ്പോഴും ഒരു ആർക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, ഓവറോൾ മെഷീൻ്റെ പെർഫോമൻസ് നോക്കി. അത് ഇപ്പോൾ ഒരു പുതിയൊരു മെയിൻ ലൈൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് രാവിലെ ഒരു ആർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ പെർഫോമൻസ് ചെയ്യും. അത് എന്നും ചെയ്യണം എന്നുള്ളതല്ല, വല്ലപ്പോഴും ഒന്നും ചെയ്യാം. അതേപോലെ ഇപ്പം ക്ലൈമറ്റ്, ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ വേറെ ഏതെങ്കിലും എൻ്റയർലി അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഊട്ടിയിൽ പോവുകയാണ്, ഊട്ടിയിൽ പോയി ചെയ്യാൻ അവിടെ പോയി രാവിലെ ഒന്ന് വർക്കിൻ്റെ മുന്നേ ഒരു ആർക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓവറോൾ പെർഫോമൻസ് കിട്ടും. ഓക്കെ, സ്പ്ലൈസിങ് നോക്കാൻ എങ്ങനെയാണെന്നുള്ളത്. സ്ട്രിപ്പർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ 3 സ്റ്റെപ്പാണല്ലോ. ഇതിൽ ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ ഫൈബർ ഈ പാച്ച് കോഡിൻ്റെ എല്ലാം ഈ യെല്ലോ ഇത് മാത്രം അതിൽ കട്ടാവുള്ളൂ. എത്ര പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അത് മാത്രം അത് കട്ടാവുള്ളൂ. സെക്കൻഡ് ആണ് നമ്മൾ ഈ ബഫർ കട്ട് ചെയ്യുന്നത്. ഇത് എത്ര പ്രസ് ചെയ്താലും ഇത് മാത്രമേ വരുള്ളൂ. തേർഡാണ് നമ്മുടെ ഈ ഫൈബറിൻ്റെ കളർ കളയുന്നത്. ഓക്കെ, അതെല്ലാം എത്ര പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അത്രേ വരുള്ളൂ. ഇത് പക്ക അതിന് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്താണ്. പിന്നെ ഇതിൽ നിങ്ങൾ സ്റ്റേ വയറും ബൈൻഡിങ് വയറും കട്ട് ചെയ്താലാണ് ഇത് പിടിച്ച് ഇങ്ങനെയും ചെരിച്ചും ഒക്കെ ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ 90 ഡിഗ്രി മതി, കറക്റ്റാണ്. ഓക്കെ, ഫൈബറിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. പെട്ടിക്കകത്താക്കുന്നതും ക്ലീൻ ചെയ്ത് എപ്പോഴും നിങ്ങൾ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ട്രയക്കും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു 40 സെൻറ്റിമീറ്ററെങ്കിലും ഫൈബർ ലെങ്ത് വേണം. അത് പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേ ഉണ്ടല്ലോ, ട്രേക്കകത്ത് എന്തിനാ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്രേഷൻ വർക്ക് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ഇത് ഇപ്പോൾ നമ്മൾ 4 ഫൈബർ 5 ഫൈബർ പ്രശ്നമില്ല. 96 ഫൈബറിൽ നിങ്ങൾ ഒരെണ്ണം ഒടിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യണം. ഒരെണ്ണം ചെറുതായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വീണ്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് റീവർക്ക് ചെയ്യണം എന്നുള്ള അതിനുള്ള സാധനം കൂടെയാണ് നമ്മളെ ലൂപ്പായിട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ട്രേയിൽ നിങ്ങൾ തന്നെ നോക്കുക എത്ര വേണം. സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി നോർമലി 1 മീറ്റർ വരെ നമുക്ക് 40 to 1 മീറ്റർ വരെ നമുക്ക് വെക്കാം. ഓക്കെ, പിന്നെ ട്രെയിനിൻ്റെ സൈസും കാര്യങ്ങളും അനുസരിച്ച് അതെ അത്രയും വേണം ശരിക്കും.
അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിന് ശേഷം മാത്രം നിങ്ങൾ മെഷീൻ എടുത്ത് വയ്ക്കുക. കാരണം മെഷീൻ നിങ്ങളുടെ മെഷീനാണ്, അതെപ്പോഴും കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. ഇതിൻ്റെ ഡസ്റ്റ്, വെള്ളം, മഴ അതൊക്കെ പ്രശ്നം തന്നെയാണ്. കമ്പനി പറയും കുഴപ്പമില്ല എന്നൊക്കെ ഞങ്ങളൊക്കെ പറയും, പക്ഷേ ഒരു പരിധിയിൽ അത് എല്ലാം കുഴപ്പമാണ്. അപ്പോൾ അത് എല്ലാം കംഫർട്ടബിൾ പൊസിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഫീൽഡിലാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടേബിളായിട്ട് യൂസ് ചെയ്യാം. ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് ഇതിനകത്ത് വേണമെങ്കിൽ ഈ സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കിട്ടും. ഇത് ഇവിടെ വേണേൽ വെക്കാം. എന്നിട്ട് ഇവിടെ ഒരിക്കലും മെഷീൻ വെക്കരുത്, സേഫ് അല്ല. മെഷീൻ ഇവിടെ വെക്കുക, ക്ലീവർ ഇവിടെ വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി കംഫർട്ടബിളായിട്ട് വർക്കിംഗ് ടേബിൾ പോലെ തന്നെ ഇത് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇത് എടുക്കത്തില്ലെങ്കിലും ഇതിൻ്റെ മുകളിൽ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സ്പ്ലൈസ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്തെടുത്ത ഫൈബർ, ക്ലീൻ ചെയ്ത ഫൈബർ ഒരു 30 to 40 mm നമ്മളിതിൻ്റെ കളർ കളയണം ലാസ്റ്റിലെ സ്റ്റെപ്പിൽ വെച്ചിട്ട്. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാത്രമേ പോകും. ഇത് ഒന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ സ്കിഡായി പോകും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഇത് പോയി കളർ കളഞ്ഞാൽ പിന്നെ ക്ലീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറേ ആളുകൾ ക്ലീൻ ചെയ്യാറൊന്നുമില്ല, പക്ഷേ ക്ലീനിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ക്ലീൻ ചെയ്തില്ലേ നിങ്ങളുടെ ഇലക്ട്രോഡ് ലൈഫും കുറയും, പിന്നെ ഓവറോൾ സ്പൈസിങ് പെർഫോമൻസും മോശമാവും. അപ്പോൾ ക്ലീനിങ്ങിന് എപ്പോഴും നല്ല ടിഷ്യൂ, നല്ല ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ തന്നെ യൂസ് ചെയ്യും. സർജിക്കൽ സ്പിരിറ്റോ കാര്യങ്ങളോ യൂസ് ചെയ്യരുത്. ശേഷം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. ക്ലീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലീൻ ചെയ്ത ശേഷം ഇതാണ് ക്ലീവർ. ഈ സാധനമാണ് നമ്മളെ ഈ ക്ലീൻ ചെയ്ത സാധനത്തിന് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് വേണം. ഇതൊക്കെ മാഗ്നറ്റാണ്. തുറക്കും, ഇവിടെ തുറക്കും, ഇവിടെ 2 സ്റ്റെപ്പ് വേണം. ഇതിൽ താഴത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഫൈബർ വയ്ക്കേണ്ടത്. മുകളിലത്തെ സ്റ്റെപ്പ് നമുക്ക് പാച്ച് കോഡിൻ്റെ എല്ലാം നേരത്തെ നമ്മൾ എടുത്തില്ലേ, ഈ ബഫർ വെക്കുന്നതാണ് മുകളിലത്തെ സ്റ്റെപ്പിൽ. രണ്ടെണ്ണം കാണാൻ കണ്ടില്ലേ. ഇതിനിത് കറക്റ്റായിരിക്കും, ഫൈബറിന് താഴത്തെ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈബർ ടു ഫൈബർ ആണ് ചെയ്യുന്നതെങ്കിൽ